ഈ CPM എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറുന്നത്? അതായത് ഈ രീതിയിൽ ആളുകളെ മറ്റാൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നൽകാതിരിക്കുക, അവരുടെ ഇടങ്ങളെ അവരുടെ സ്പേസ് ഇല്ലാതാക്കുക, അവരെ ആക്രമിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ഉള്ളിലൊരു ഫാഷിസ്റ്റ് നിലപാടെല്ലാം ഉണ്ട്. അത് CPM സംബന്ധിച്ച് ആന്തരികമായിട്ട് ജനാധിപത്യമില്ല, പാർട്ടിക്കകത്തുമില്ല പുറത്തുമില്ല. ജനാധിപത്യത്തിൽ അവർ വിശ്വസിക്കുന്നുമില്ല. അവർ ഈ കള്ളവോട്ട് ചെയ്യുന്നതിനെ ജനാധിപത്യം എന്നാണ് വിളിക്കുക. ഈ മരിച്ച ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പേരിട്ട് വിളിക്കുക. അതുകൊണ്ട് ജനാധിപത്യം വരുന്നതാണ് അവർ പറയുക. ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയക്കകത്ത് മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കുക, മറ്റ് ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് അംഗീകരിക്കുക, അവർക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് അംഗീകരിക്കുക, ഇതൊന്നും CPMന് സ്വാധീനമുള്ള മേഖലകളിൽ അവരതിന് തയ്യാറാവാറില്ല. പക്ഷെ അവർക്ക് സ്വാധീനം പറഞ്ഞ സ്ഥലങ്ങളിൽ അവർ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കും. അവർക്ക് അവിടെ ജനാധിപത്യം വേണം, അവർക്ക് നിലനിൽക്കാൻ വേണ്ടി വിശാലമായ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാക്കും, വലിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കും, ജനാധിപത്യത്തെക്കുറിച്ച് സെമിനാറുകൾ നടത്തും. അത് അവർ ദുർബലമായ സ്ഥലങ്ങളിലാണ്. ശക്തിയുള്ള സ്ഥലങ്ങളിൽ പെരുമാറുന്നതും ദുർബലമായ സ്ഥലങ്ങളിൽ പെരുമാറുന്നതും രണ്ട് തരത്തിലാണ്. ശക്തിയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് ഈ അവകാശങ്ങളൊന്നും ആവശ്യമില്ല. അവരെ എപ്പോൾ വേണേലും ആക്രമിക്കാം, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കാം, ഭീഷണിപ്പെടുത്താം, തെറി വിളിക്കാം, തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചാൽ അവരുടെ വോട്ട് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം, അങ്ങനെ എന്തും ചെയ്യാം. ദുർബലമാകുന്ന സ്ഥലത്ത് അവർക്ക് ജനാധിപത്യം കൂടി തരിക. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വേണം. ഇത് അവരുടെ പെരുമാറ്റത്തിനകത്ത് അവരുടെ ആന്തരികമായി തന്നെയുള്ള ഒരു ദൗർബല്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. സ്വന്തം രാഷ്ട്രീയത്തിൽ ആത്മവിശ്വാസമല്ല. അവരെപ്പോഴും ശത്രുക്കൾ വന്ന് തങ്ങളെ തോൽപ്പിച്ചു കളയുന്ന ഭയപ്പെടുന്നവരാണ്.